ഹലോ, ഇന്ന് നമുക്കൊരു വിഴുക്ക് വെച്ചാലോ? ഇത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന വാളരിയാണേ. ഇതിൽ നിറയെ കായകളുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പൂവ് കണ്ടോ, ഒരു നീല കളറിലാണ്. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കീടനാശിനി തളിക്കാത്ത പച്ചക്കറിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിത് ധൈര്യമായിട്ട് വിഴുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇറുത്തെടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു ചെറിയ റംബുട്ടാനിലാണ് പോയേക്കുന്നത്. ദാണ്ട ഒരു കാ കണ്ടോ? ഇത് ഒരെണ്ണമാണ് ഇങ്ങനെ താഴെ നിൽക്കുന്നത്. അപ്പോൾ ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ വിഴുക്ക് വയ്ക്കാൻ. നമുക്ക് കുറച്ച് മതി. ഇത് നമുക്കൊന്ന് വൃത്തിയായിട്ട് എടുക്കാമേ. ഇതിൻ്റെ മൂടും ഒന്ന് കളഞ്ഞ്, മണ്ടേ ഒന്ന് കളഞ്ഞ്, സൈഡ് ചെത്തിയെടുക്കാം. എന്നിട്ട് നടുക്ക് കൂടി നമുക്കൊന്ന് മുറിച്ചിട്ട് ഇതിനകത്ത് അരിയും പിന്നെ കുറച്ച് പൂപ്പൽ ഇണക്കുള്ളതുണ്ടല്ലോ, ഇതൊക്കെ നമുക്കൊന്ന് കളഞ്ഞ് എടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇതിലിടാനായിട്ട് ഒരു സവാളയും ഒരു എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പരച്ചയിൽ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കാമേ. നല്ല മണമുള്ള പച്ചമുളകാണ്. സവാള നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ഇപ്പം ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കത്തിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാമേ. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇടാം. ഇനി ഒരു പാത്രം വെച്ച് അടയ്ക്കുക, നന്നായി വേകുന്നതിന്. ഇപ്പം ചെറുതായിട്ടൊന്ന് വെന്തു, ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. റെഡിയായി. ഇനി ഒരു പാത്രത്തിലേക്കാക്കി നമുക്ക് സെർവ് ചെയ്യാം.